6-ാം അധ്യായത്തിൽ അതിന്റെ ആദ്യ ഭാഗത്ത് ദൈവമക്കൾ തമ്മിലുള്ളതായിരിക്കുന്ന വ്യവഹാരത്തെ കുറിച്ചാണ് നമുക്ക് വായിക്കാനായിട്ട് സാധിക്കുന്നത്. കൊരിന്ത്യ സഭയിൽ ഭിന്നതയുണ്ടായിരുന്നു. ഭിന്നത വ്യവഹാരത്തിലേക്ക്, കേസുകളിലേക്ക് നയിച്ചു. അങ്ങനെ അവർ തമ്മിൽ വ്യവഹാരം ചെയ്തു. ആ വ്യവഹാരം ചെയ്യുന്നതിനെ കുറിച്ചുള്ള വാർത്തകൾ പൗലോസിന് ലഭിച്ചു. അതിനനുസരിച്ചാണ് ഈ 6-ാം അധ്യായത്തില് ആദ്യ ഭാഗം അവരെ തക്കതായ നിലയിൽ ഉപദേശിച്ചുകൊണ്ട് എഴുതുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. 5-ാം അധ്യായം ദുർനടപ്പിനെ കുറിച്ച് പറയുന്നതായിരിക്കുന്ന അധ്യായമാണ്. 6-ാം അധ്യായത്തിന്റെ പകുതി ഭാഗം കഴിഞ്ഞാൽ, അതായത് 12-ാം വാക്യം മുതൽ പ്രത്യേകിച്ചും അവിടെ അതേ വിഷയം തന്നെ പിന്നെയും കൈകാര്യം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. 5-ാം അധ്യായത്തില് ജാതികളിൽ പോലും ഇല്ലാത്ത ഒരു ദുർനടപ്പിനെ കുറിച്ച് പൊതുവെ ഇച്ചിരി കൂടുതലാണ്. അപ്പോൾ 5-ാം അധ്യായത്തിൽ പറഞ്ഞതിന് ശേഷം 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ വ്യവഹാരം എന്നുള്ള വിഷയമാണ് പ്രധാനമായിട്ടും അവിടെ കാണുന്നത്. ആ വാക്യങ്ങളൊക്കെ പ്രത്യേകിച്ച് നാം കഴിഞ്ഞ ആഴ്ചയിൽ വായിച്ച വാക്യങ്ങളിലൊക്കെ മനസ്സിലാകുന്നത് സഭയിലുള്ള വിശ്വാസികൾ തമ്മിലായിരുന്നു വ്യവഹാരമൊക്കെ. ഒരേ മേശയിൽ നിന്ന് അപ്പം മുറിച്ച് ഭക്ഷിക്കുന്ന, കർത്തൃമേശയിൽ സംബന്ധിക്കുന്ന വിശ്വാസികൾ തമ്മിലുള്ള വ്യവഹാരം, അതാണ് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അത് തികച്ചും അവർക്ക് പോരായ്മയാണ് എന്ന് അപ്പോസ്തലനായ പൗലോസ് 7-ാം വാക്യത്തിൽ പറയുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നിങ്ങൾ തമ്മിൽ വ്യവഹാരം ഉണ്ടാകുന്നത് തന്നെ കേവലം പോരായ്മയാകുന്നു. അബ്രഹാമിന്റെയും ലോത്തിന്റെയും നല്ല ഉദാഹരണം ഉൽപ്പത്തി പുസ്തകത്തിൽ നാം ഒന്ന് വായിച്ച് കേൾക്കുകയുണ്ടായി. രണ്ടുപേരുടെ ഇടയന്മാർ തമ്മിലുള്ളതായ പ്രശ്നം വളർന്നു വന്നപ്പോൾ അബ്രഹാം പറഞ്ഞതായിരിക്കുന്ന കാര്യം, എടുത്തതായിരിക്കുന്ന തീരുമാനം, കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ പറഞ്ഞു, നാം തമ്മിൽ സഹോദരന്മാരല്ലോ. ആ ഭാഗത്ത് നാം വായിക്കുന്നുണ്ട്, കനാന്യരും പെരിസ്യരും ആ ദേശത്ത് പാർത്തിരുന്നു. അവരുടെ മുൻപിൽ തങ്ങൾ തമ്മിൽ ഒരു പിണക്കം ഉണ്ടാകുന്നത് അയോഗ്യമായിട്ട് അബ്രഹാമിന് മനസ്സിലായി. നമുക്ക് പലപ്പോഴും ഇത് മനസ്സിലാകാറില്ല എന്ന് പറഞ്ഞാൽ ഇക്കാലങ്ങളിലുള്ള നമ്മുടെ സഭയിലുള്ള വിശ്വാസികൾക്ക് കാര്യം അത് വേണ്ട നിലയിൽ മനസ്സിലാകുന്നില്ല എന്നുള്ളത് ഇക്കാലങ്ങളിൽ നടക്കുന്ന അനേക സംഭവങ്ങൾ നമ്മെ ആ നിലയിലാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ഇങ്ങനെയുള്ള വ്യവഹാരങ്ങൾ അവരുടെ സാക്ഷ്യം നഷ്ടപ്പെടുത്തുന്നു. അവിശ്വാസികളുടെ മുൻപിൽ വെച്ചുണ്ടാകുന്ന വ്യവഹാരങ്ങൾ അവരുടെ സാക്ഷ്യം നഷ്ടപ്പെടുത്തുന്നു, അവരുടെ ആത്മീയ സന്തോഷം നഷ്ടപ്പെടുത്തുന്നു. മാത്രമല്ല 8-ാം വാക്യം നാം വായിക്കുമ്പോൾ സഹോദരന്മാർക്ക് നഷ്ടം വരുത്തുന്നു. 8-ാം വാക്യം നാം വായിക്കുന്നുണ്ട്, അല്ല നിങ്ങൾ അന്യായം ചെയ്യുകയും നഷ്ടം വരുത്തുകയും ചെയ്യുന്നു, അതും സഹോദരന്മാർക്ക് തന്നെ എന്ന് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. പൗലോസ് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് ഇതിന് പരിഹാരം ഉണ്ടാകണമെങ്കിൽ അവരുടെ മനോഭാവത്തിൽ തന്നെ മാറ്റം ഉണ്ടാകേണ്ടതായിട്ടിരിക്കുന്നു. ഫിലിപ്പി ലേഖനത്തിൽ താൻ പറയുന്ന പോലെ മറ്റൊരുത്തിനെ തന്നെക്കാൾ ശ്രേഷ്ഠം നേടുവാനുള്ള മനോഭാവം അവർക്ക് ഉണ്ടാകേണ്ടതായിട്ടായിരിക്കുന്നു. മാത്രമല്ല എബ്രായ ലേഖനത്തിൽ പറയുന്ന പോലെ എബ്രായ വിശ്വാസികള് സമ്പത്തുകളുടെ അപഹാരവും സഹിച്ചു. ഇതിനു വേണ്ടിയിട്ടാണ് സ്വർഗത്തിൽ തങ്ങൾക്കൊരു ഉത്തമ സമ്പത്ത് ഉണ്ടെന്നുള്ളതായിരിക്കുന്ന ബോധ്യം കൊണ്ട്. നമുക്കിവിടെ നിലനിൽക്കുന്ന നഗരമില്ല. എബ്രായ ലേഖനം 11-ാം അധ്യായത്തില് അബ്രഹാമിന്റെ കാര്യം പറഞ്ഞു വരുമ്പോൾ പറയുന്നുണ്ട്, നമുക്കിവിടെ നിലനിൽക്കുന്ന നഗരമില്ല. ആ ചിന്തയോടുകൂടെ വരുവാനിരിക്കുന്നതിനെ അന്വേഷിച്ച് മുൻപോട്ടുള്ള ജീവിതയാത്ര തുടരുവാൻ നമുക്ക് സാധിക്കുന്നുവെങ്കിൽ വ്യവഹാരങ്ങളുടെ എണ്ണം വാസ്തവത്തിൽ വളരെ കുറയും. എന്നാൽ ഇവിടെ ഈ ലോകത്തിലാണ് നമ്മുടെ ജീവിതം എന്ന് വിചാരിച്ച് മുൻപോട്ട് പോകുന്നവർക്ക്, ലൗകികന്മാരായിരിക്കുന്നവർക്കാണ് ഈ പ്രശ്നം കൂടുതലായിട്ട് വരുന്നത് എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി ഒരു വ്യവഹാരം ഉണ്ടായാൽ എങ്ങനെയായിരിക്കണം? വ്യവഹാരം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന് വിചാരിക്കും. വ്യവഹാരം ഉണ്ടായാൽ പ്രത്യേകിച്ചും നമ്മൾ കാര്യം ശ്രദ്ധിക്കണം, അവിശ്വാസികളുടെ മുൻപിൽ വ്യവഹാരവുമായിട്ട് പോകാനായിട്ട് പാടില്ല. നാം ഈ ഭാഗത്ത് വായിക്കുമ്പോൾ നമ്മൾ അത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിന്റെ 6-ന്റെ 1 അഭക്തന്മാരുടെ മുമ്പിൽ വ്യവഹാരത്തിന് പോകുവാൻ തുനിയുന്നുവോ? അഭക്തന്മാരുടെ മുമ്പാകെ വിശ്വാസികളുടെ വ്യവഹാരത്തിന് പോകുവാനായിട്ട് പാടില്ല. അതിന്റെ കാരണം 2-3 അധ്യായങ്ങളിൽ 2-3 വാക്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. വിശ്വാസികളായിരിക്കുന്ന നമ്മള് ലോകത്തെ വിധിക്കുവാനിരിക്കുന്നവരാണ്, ദൂതന്മാരെ വിധിക്കുവാനിരിക്കുന്നവരാണ്. അങ്ങനെയുള്ളവരായിരിക്കുന്ന നിങ്ങൾ
നിങ്ങൾ തമ്മിലുള്ള വ്യവഹാരത്തിന് അത് ലോകരുടെ ഇടയിലേക്ക്, ഭക്തന്മാരുടെ ഇടയിലേക്ക് പോകുവാനായിട്ട് പാടില്ല. മാത്രമല്ല, നമ്മുടെ വ്യവഹാരങ്ങൾ തീർക്കുവാൻ, നമുക്കൊരു പ്രയാസമുണ്ടാകാതെ തീർക്കുവാൻ അതിന് കഴിവുള്ളതായിരിക്കുന്ന, അതിന് പ്രാപ്തിയുള്ളതായിരിക്കുന്ന ജ്ഞാനി സഭയിൽ ഉണ്ടായിരിക്കണം. 6:5 നമുക്ക് കാണാൻ സാധിക്കുന്നു. സഹോദരൻ, നിങ്ങൾക്ക് ലജ്ജയ്ക്കായി ഞാൻ ചോദിക്കുന്നു, ഇങ്ങനെ സഹോദരന്മാർക്ക് മധ്യേ കാര്യം തീർക്കുവാൻ പ്രാപ്തിയുള്ള ഒരു ജ്ഞാനിയും നിങ്ങളുടെ ഇടയിൽ ഇല്ലയോ? 6:4 നാം വായിക്കുമ്പോൾ, സഭ ഗണ്യമാക്കാത്തവരെ അതിനു വേണ്ടിയിട്ട് ഇരുത്തുവാനായിട്ട് പാടില്ല, സഭയിൽ സമ്മതരായവരെ അതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടത് ആവശ്യമാണ്. 6:7 നാം വായിക്കുമ്പോൾ, വ്യവഹാരമുണ്ടായാൽ അതിന്റെ അന്യായം സഹിച്ചുകൊള്ളുവാനും നഷ്ടം ഏറ്റുകൊള്ളുവാനും നാം തയ്യാറായിരിക്കണം. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ, ഈ ലോകമാണ് സകലതും എന്ന് വിചാരിക്കുന്ന ഒരാളിന് സാധിക്കില്ല. അതാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് ഇവിടെ സാധിക്കുന്നത്. ഇത്രയും ഭാഗങ്ങളാണ് നാം പ്രധാനമായിട്ടും കണ്ടത്. 9, 10 വാക്യങ്ങളിൽ വലിയൊരു ലിസ്റ്റ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. 11-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, നിങ്ങളും ചിലർ ഈ വകക്കാരായിരുന്നു എങ്കിലും നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നമ്മുടെ ദൈവത്തിന്റെ ആത്മാവിനാലും നിങ്ങളെ തന്നെ കഴുകി ശുദ്ധീകരണവും നീതീകരണവും പ്രാപിച്ചിരിക്കുന്നു. 10 വരെയുള്ള വാക്യങ്ങളുടെയും 12 മുതൽ ഉള്ള വാക്യങ്ങളുടെയും ഇടയിൽ ഈ വാക്യം എഴുതി ചേർത്തിരിക്കുമ്പോൾ, ഈ 2 ഭാഗത്തോടും, അതായത് അതിന് മുകളിൽ പറഞ്ഞിരിക്കുന്ന ഭാഗത്തോടും 12 മുതൽ താഴോട്ടുള്ള ഭാഗത്തോടും മധ്യത്തിൽ ആ വാക്യം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്, നിങ്ങൾ ഇപ്പോൾ ഇങ്ങനെ ചെയ്യേണ്ടുന്നവരല്ല എന്നുള്ള കാര്യം ബോധിപ്പിക്കുവാനായിട്ടാണ് ആ വാക്യം എഴുതിയിരിക്കുന്നത്. നിങ്ങളും ചിലർ ഈ വകക്കാരായിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പഴയ സ്വഭാവത്തിൽ ഇതൊക്കെ ഉണ്ടായിരുന്നു, ഇങ്ങനെയുള്ളവരായിരുന്നു നിങ്ങൾ. കൊരിന്ത്യരുടെ അവസ്ഥ നാം നേരത്തെ ചിന്തിച്ചതാണ്. അവരുടെ ലോകത്തിലെ ഏറ്റവും അധികം മാലിന്യത്തിന്റെ കൂമ്പാരത്തിൽ നിന്നാണ് കർത്താവ് അവരെ വീണ്ടെടുത്ത് ദൈവസഭയിലേക്ക് കൊണ്ടുവന്നത്. വിശുദ്ധന്മാരുടെ കൂട്ടത്തിലേക്ക് അവർ വരുവാനായിട്ട് ഇടയായ സാഹചര്യം എന്ന് പറയുന്നത് ഏറ്റവും മ്ലേച്ഛതയുടെ അകത്തു നിന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പൗലോസ് പറയുകയാണ്, നിങ്ങളും ചിലർ ഈ വകക്കാരായിരുന്നു എങ്കിലും നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നമ്മുടെ ദൈവത്തിന്റെ ആത്മാവിനാലും നിങ്ങളെ തന്നെ കഴുകി ശുദ്ധീകരണവും നീതീകരണവും പ്രാപിച്ചിരിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലും നമ്മുടെ ദൈവത്തിന്റെ ആത്മാവിനാൽ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്ന് പറയുമ്പോൾ യേശുക്രിസ്തു മുഖാന്തരമായിട്ടാണ് ഈ ശുദ്ധീകരണവും നീതീകരണവും പ്രാപിച്ചത്. ദൈവാത്മാവിൽ അതിന് പങ്കുണ്ട്. ദൈവത്തിന്റെ ആത്മാവിനാൽ നമുക്കറിയാം, വിഷയങ്ങളൊക്കെ നാം നേരത്തെ ചിന്തിച്ചിട്ടുള്ളതാണ്, അല്ലെങ്കിൽ തന്നെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഒരുവന്റെ രക്ഷയിലേക്ക് ഒരാളെ നയിക്കുന്നത് ദൈവാത്മാവാണ്. കഴുകലിലേക്ക്, ശുദ്ധീകരണത്തിലേക്ക് നയിക്കുന്നത് ദൈവാത്മാവാണ്. ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചുള്ള ബോധ്യം കൊണ്ടുവരുന്നത് ഇവരെ നാം വായിക്കുമ്പോൾ അവിടെ നാം കാണുന്നുണ്ട്. അത് ചെയ്യുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ട് തന്നെ നാം വായിക്കുമ്പോൾ, കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലും നമ്മുടെ ദൈവത്തിന്റെ ആത്മാവിനാലും നിങ്ങളെ തന്നെ കഴുകി ശുദ്ധീകരണവും നീതീകരണവും പ്രാപിച്ചിരിക്കുക. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ശുദ്ധീകരണം. രക്ഷിക്കപ്പെടുമ്പോൾ ദൈവാത്മാവിനാലും യേശുക്രിസ്തുവിന്റെ നാമത്തിലും ശുദ്ധീകരിക്കപ്പെട്ടവരായിട്ട്, പാപക്കറകൾ കഴുകി ശുദ്ധീകരിക്കപ്പെട്ടവരായിട്ട് നാം തീരുന്നു. നീതീകരണം, നമ്മളെ പിന്നീട് ദൈവം കാണുന്നത് നീതിമാന്മാരായിട്ടാണ്. ജസ്റ്റിഫിക്കേഷൻ, നീതീകരിക്കപ്പെട്ടവരായിട്ട്. ഒരു പാപിയിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വരുന്ന ഒരു വിശ്വാസിയെ ദൈവം പിന്നീട് കാണുന്നത്, അവനെ പിന്നെ നീതിമാനായിട്ടാണ് കാണുന്നത്. നീതികേടുകൾ പലതും പിന്നെയും അവന്റെ ജീവിതത്തിൽ ഉണ്ടാകാം. പക്ഷെങ്കിലും സ്ഥാനീയമായിട്ട് നീതീകരിക്കപ്പെട്ടവനായിട്ട്, നീതിമാൻ എന്നുള്ള നിലയിലാണ് ആ വ്യക്തിയെ കാണുന്നത്. അപ്പോൾ അങ്ങനെ ഉള്ളവരായിരിക്കുന്ന നമ്മോട് പറയുന്ന പോലെ, മുൻപുള്ള വാക്യങ്ങൾ പറയുന്ന പോലെ വ്യവഹാരങ്ങളിൽ ഇടപെടുവാനായിട്ട് പാടില്ല. അത് അന്യായമാണ്. അന്യായം ചെയ്യുന്നവർ ദൈവരാജ്യം അവകാശമാക്കിയില്ല. 9-ാമത്തെ വാക്യം നാം വായിക്കുന്നുണ്ട്. അത് അന്യായമാണ്. തമ്മിലുള്ളതായിരിക്കും, സഹോദരന്മാർ തമ്മിലുള്ളതായിരിക്കുന്ന വ്യവഹാരം അന്യായമാണ്. ചെയ്യാനായിട്ട് പാടില്ല. കഠിനമായിരിക്കുന്ന പാപമാണ്. ദൈവരാജ്യം അവകാശമാക്കുവാൻ സാധിക്കാത്ത പാപങ്ങളുടെ ലിസ്റ്റ് അത് ഉൾപ്പെടുത്തിയിരിക്കുമ്പോൾ അതിന്റെ ആഴം അല്ലെങ്കിൽ അതിന്റെ ഘനം എത്രയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. തുടർന്ന് ഈ 11 മുതലുള്ള വാക്യങ്ങൾ പറയുമ്പോൾ 5-ാം അധ്യായത്തിൽ പറഞ്ഞ അതേ പാപത്തിന്റെ തുടർച്ച, അല്ലെങ്കിൽ ആ വിഷയത്തോടുള്ള ബന്ധത്തിലാണ് ഈ 12 മുതലുള്ള വാക്യങ്ങളിലും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. 12-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. വായിക്കാം. എനിക്ക് കർത്തവ്യമുണ്ട്, എങ്കിലും സകലവും പ്രയോജനമുള്ളതല്ല.
സകലത്തിലും എനിക്ക് കർത്തവ്യം ഉണ്ടെങ്കിലും ഞാൻ യാതൊന്നിനും അധീനനാകില്ല. 11ാമത്തെ വാക്യം ഞാൻ പറഞ്ഞല്ലോ, ദൈവം നമുക്ക് വലിയൊരു മാറ്റം നൽകിയിരിക്കുകയാണ്. നമ്മെ ദൈവം കാണുന്നത് നാം ചിന്തിക്കുന്നതിനും ഒക്കെ അപ്പുറമായിരിക്കുന്ന ഒരു സ്ഥാനത്താണ്. വിശുദ്ധീകരണം പ്രാപിച്ചവരാണ് നാം, നീതീകരിക്കപ്പെട്ടവരാണ് നാം. മാത്രമല്ല, നാം അതിന്റെ ആദ്യത്തെ 2-3 വാക്യം നാം കാണുകയുണ്ടായി. ദൂതന്മാരെ വിധിക്കുവാൻ, ലോകത്തെ വിധിക്കുവാൻ ഒക്കെയുള്ള നിലവാരത്തിലേക്ക് ദൈവത്താൽ ഉയർത്തപ്പെട്ടവരാണ് നാം. നമ്മുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ നാം ശ്രമിക്കണം. ഒരു വാക്യത്തിൽ നാം കാണുന്നത് എഫെസ്യരിൽ നാം വായിക്കുമ്പോൾ, നിങ്ങളെ വിളിച്ച വിളിക്ക് യോഗ്യമാൻ വണ്ണം നടക്കണം. എഫെസ്യരിലെ വാക്യം നമുക്ക് നോക്കാം. എഫെസ്യലേഖനത്തില് ഞാൻ നോട്ട് ചെയ്തിട്ടില്ല, ഞാൻ എന്റെ മനസ്സിലേക്ക് ഇപ്പോൾ വന്നൊരു വാക്യമാണത്. എഫെസ്യലേഖനം 4-ാം അധ്യായത്തിലാണ്. 4-ാം അധ്യായത്തിൽ 1-ാം വാക്യം. അതെ, ഭക്തനായിരിക്കുന്ന ഞാൻ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാം വണ്ണം പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും ആത്മാവിന്റെ ഐക്യ സമാധാനത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യും. ഈ 6-ാം അധ്യായത്തിന്റെ ആദ്യ ഭാഗങ്ങൾ പറഞ്ഞിരിക്കുന്നതായിരിക്കുന്ന വ്യവഹാരത്തോടൊന്ന് ചേർത്ത് ചിന്തിക്കാൻ സാധിക്കുന്ന ഒന്നാണ്. കർത്താവ്, ഞാൻ പറഞ്ഞതുപോലെ, കർത്താവ് നമ്മളെ ഏറ്റവും ഉന്നതമായ നിലയിൽ വിളിച്ചിരിക്കുകയാണ്. യേശുക്രിസ്തുവിന്റെ നാമത്തിലും ദൈവാത്മാവിനാലും ശുദ്ധീകരണവും നീതീകരണവും പ്രാപിച്ചവരാണ് നാം. ലോകത്തെയും ദൂതന്മാരെയും ഒക്കെ വിധിക്കുവാനായിട്ട് പോകുന്നവരായ നാം അത്രമാത്രം ഉന്നതമായിരിക്കുന്ന ഒരു വിളിയാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുമ്പോൾ നമ്മുടെ വിളിക്ക് യോഗ്യമാൻ വണ്ണം നടക്കണം. ഇവിടെ നാം വായിക്കുന്ന പോലെ സൗമ്യതയോടെ ദീർഘക്ഷമയോടുകൂടെ നടക്കണം, സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കണം, ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാക്കുവാൻ ശ്രമിക്കണം. ഇതൊക്കെ ചെയ്താൽ ഈ പറഞ്ഞ പോലുള്ള വ്യവഹാരങ്ങളൊന്നും നമ്മുടെ ഇടയിൽ ഉണ്ടാകത്തില്ല. ആ കാര്യം പ്രത്യേകം നാം മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. തുടർന്ന് നാം ഈ ഭാഗത്തേക്ക്, വായിച്ച ഭാഗത്തിലേക്ക് വരുമ്പോൾ 6-12 തൊട്ട് അവിടെ 5-ാം അധ്യായത്തിന് തുടർച്ച പോലെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. സകലത്തിലും എനിക്ക് കർത്തവ്യമുണ്ടെങ്കിലും സകലവും പ്രയോജനമുള്ളതല്ല. സകലത്തിലും എനിക്ക് കർത്തവ്യമുണ്ടെങ്കിലും ഞാൻ യാതൊന്നിനും അധീനനാകുകയില്ല. പ്രത്യേകം നാം ശ്രദ്ധിക്കേണ്ട അപ്പോസ്തലനായ പൗലോസിന്റെ തീരുമാനങ്ങളാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. തന്റെ ഹൃദയത്തില് താൻ എടുത്ത അനേക തീരുമാനങ്ങളുണ്ട്. നാം എടുക്കുന്ന പോലെ അല്ല താൻ തീരുമാനം എടുത്തതെന്നുള്ള തന്റെ ജീവിതത്തോടുള്ള ബന്ധം നമുക്ക് മനസ്സിലാക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കും. സാധാരണഗതിയിൽ ഡിസംബർ 31-ാം തീയതി നാം കുറെ തീരുമാനങ്ങളൊക്കെ എടുക്കും. പക്ഷേ അധികം ഒന്നും അത് മുൻപോട്ട് പോകാനായിട്ട് നമ്മളെ കൊണ്ട് കൊണ്ടുപോകാനായിട്ട് പലപ്പോഴും നമുക്ക് സാധിക്കാറില്ല. അപ്പോസ്തലനായ പൗലോസിന്റെ തീരുമാനങ്ങൾ, താൻ എടുത്ത അനേക തീരുമാനങ്ങളുണ്ട്. ആ തീരുമാനങ്ങളൊക്കെ വളരെ നിശ്ചയദാർഢ്യത്തോടുകൂടെ അതിന്റെ പൂർണ്ണതയിൽ എത്തിച്ച് തന്റെ ജീവിതം അവസാനിപ്പിക്കാൻ സാധിച്ചത് കൊണ്ടാണ് പൗലോസ് 2 തിമോഥെയോസിൽ പറയുന്നത്, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു എന്ന് പറഞ്ഞ് ആ സംതൃപ്തിയോടുകൂടെ തനിക്ക് മരിക്കുവാനായിട്ട് ഇടയായതിന്റെ കാരണം എന്ന് പറയുന്നത് ജീവിതത്തിൽ കർത്താവിന് വേണ്ടിയിട്ട് ചില തീരുമാനങ്ങൾ എടുക്കുവാൻ തനിക്ക് സാധിച്ചു. ആ തീരുമാനങ്ങൾ ഉറച്ചു നിൽക്കുവാൻ തനിക്ക് സാധിച്ചു എന്നുള്ളതാണ്. എങ്ങനെയെങ്കിലും ഒക്കെ ആകട്ടെ എന്ന് വിചാരിച്ച് മുൻപോട്ട് പോകുന്ന ഒരു വിശ്വാസിക്ക് ക്രിസ്ത്യൻ ജീവിതത്തിൽ വേണ്ട നിലയിൽ കർത്താവിനെ പ്രസാദിപ്പിച്ചുകൊണ്ട് മുൻപോട്ട് പോകാനായിട്ട് സാധിക്കില്ല. ഇവിടെ പൗലോസ് പറയുകയാണ്, സകലത്തിലും എനിക്ക് കർത്തവ്യമുണ്ട് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഈ മേളിൽ പറഞ്ഞ കാര്യങ്ങളാണ്. അതായത് 10 വരെയുള്ള വാക്യങ്ങൾ പറഞ്ഞിരിക്കുന്ന 11 വരെയുള്ള 10 വരെയുള്ള വാക്യങ്ങൾ പറഞ്ഞിരിക്കുന്ന പാപങ്ങളിലോ അല്ല ഇനി 12 മുതൽ താഴോട്ട് 13 മുതൽ താഴോട്ട് പറയുന്ന പാപത്തിലോ ഒക്കെ ഏത് വേണമെങ്കിലും എനിക്കും ചെയ്യാം. സകലത്തിലും എനിക്ക് കർത്തവ്യമുണ്ട്. എന്തും ചെയ്യാനായിട്ടുള്ള അധികാരം എനിക്ക് സ്വയമേ ഉണ്ട്, അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യങ്ങളൊക്കെ എനിക്കുണ്ട്. പക്ഷെങ്കിൽ പൗലോസ് പറയുകയാണ്, സകലത്തിലും എനിക്ക് കർത്തവ്യമുണ്ട് എങ്കിലും എന്താ പറയുന്നത്, സകലവും പ്രയോജനമുള്ളതാണ് എന്ന് പറഞ്ഞാൽ പൗലോസ് എന്തെങ്കിലും ഒരു കാര്യം തീരുമാനമെടുക്കുമ്പോൾ അതിനുള്ള പ്രയോജനം താൻ നോക്കുമായിരുന്നു. നാം ഒരു കാര്യം ഓർക്കണം, പാപം കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ആർക്കെങ്കിലും ഉണ്ടായതായിട്ട് കേട്ടിട്ടുണ്ടോ? ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പാപം ഏതെങ്കിലും തരത്തിലുള്ളതായ പ്രയോജനം ഉള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഒരു പക്ഷെങ്കിൽ നൈമിഷികമായിരിക്കുന്ന വളരെ ചുരുങ്ങിയ സമയത്തേക്കുള്ളതായിരിക്കുന്ന അല്പമായിരിക്കുന്ന ആശ്വാസമോ അല്ലെങ്കിൽ അതുകൊണ്ടുള്ളതായിരിക്കുന്ന സുഖമോ ഒക്കെ, മനസുഖമോ ഒക്കെ അല്പനേരത്തേക്ക് ലഭിച്ചാലും പാപത്തിന്റെ തിക്തഫലങ്ങൾ എന്ന് പറയുന്നത് മനുഷ്യനെ തകർക്കുന്നതാണ്. അത് മാനസികമായി തകർക്കാം, അത് ശാരീരികമായിട്ട് മനുഷ്യനെ തകർക്കുവാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ പൗലോസ് നോക്കുമ്പോൾ തനിക്ക് ഉപദ്രവമുള്ള അനേക കാര്യങ്ങളുണ്ട്.
അതിനേക്കാളുപരി ഒരു പടി കൂടെ കടന്നിട്ട് നമ്മൾ പലപ്പോഴും ചിന്തിക്കുമ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും പ്രയാസമുണ്ടാകുമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉപദ്രവം ഉണ്ടാകുമോ എന്നുള്ളതാണ് പല കാര്യങ്ങളും നാം ചെയ്യുമ്പോൾ തീരുമാനിക്കാറുണ്ട്. പൗലോസ് തന്റെ ജീവിതത്തിൽ എടുത്തതായിരിക്കുന്ന തീരുമാനങ്ങളൊക്കെ താൻ ഒരു കാര്യം നോക്കുമായിരുന്നു, ഇതുകൊണ്ട് എന്ത് പ്രയോജനമാണ് ഉണ്ടാകുന്നത്. വിശേഷിച്ചും പൗലോസ് ഒരു വിശ്വാസിയായിട്ട് തീർന്നതിന് ശേഷം, ക്രിസ്തു ശിഷ്യനായിട്ട് തീർന്നതിന് ശേഷം താൻ പ്രയോജനം ഉദ്ദേശിക്കുന്ന എന്തായിരിക്കും? തന്റെ ഭൗതികമായിരിക്കുന്ന നന്മയായിരിക്കുമോ? ഒരിക്കലുമല്ല. തന്റെ ഭൗതികമായിരിക്കുന്ന നന്മയോ, തന്റെ ഭൗതികമായിരിക്കുന്ന സുഖമോ, തന്റെ ജഡത്തിൻ്റെതായിരിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള ആശ്വാസമോ സൗഖ്യമോ ഒരിക്കലും താൻ അനുഭവിച്ചിട്ടില്ല. നാം തൊട്ടു മുമ്പുള്ള അധ്യായങ്ങൾ 4-ാം അധ്യായത്തിലാണെന്ന് തോന്നുന്നു, മൂന്നാം അധ്യായത്തിൽ അവിടെ പൗലോസ് പറയുമ്പോൾ തന്റെ അനുഭവത്തെ കുറിച്ച് 9 വരെയുള്ള വാക്യങ്ങൾ താൻ പറയുമ്പോൾ, ഞങ്ങൾ ലോകത്തിനും ദൂതന്മാർക്കും മനുഷ്യർക്കും തന്നെ കൂത്തുകാഴ്ചയായി തീർന്നിരിക്കുകയാൽ ദൈവ അപ്പോസ്തലന്മാരായ ഞങ്ങളെ ഒടുക്കത്തവരായി മരണവിധിയിൽ ഉൾപ്പെട്ടവരെ പോലെ നിർത്തിയെന്ന് എനിക്ക് തോന്നുന്നു. ഞങ്ങൾ ക്രിസ്തു നിമിത്തം ഭോഷന്മാർ, നിങ്ങൾ ക്രിസ്തുവിൽ വിവേകികൾ, ഞങ്ങൾ ബലഹീനർ, നിങ്ങൾ ബലവാന്മാർ, നിങ്ങൾ മഹത്തുക്കൾ, ഞങ്ങൾ മാനവീയത. 11-ാമത്തെ വാക്യം, ഈ നാഴിക വരെ ഞങ്ങൾ വിശന്നും ദാഹിച്ചും ഉടുക്കാനില്ലാതെയും കുത്തുകൊണ്ടും സ്ഥിരവാസം കൂടാതെയും ഇരിക്കുന്നു. സ്വന്തം കഴിഞ്ഞാൽ വേല ചെയ്ത് അധ്വാനിക്കുന്നു, ശകാരം കേട്ടിട്ട് ആശീർവദിക്കുന്നു, ഉപദ്രവം കേട്ടിട്ട് സഹിക്കുന്നു, ചൂഷണം കേട്ടിട്ട് നല്ല വാക്ക് പറയുന്നു. ഇതൊക്കെ മനസ്സിലാക്കുമ്പോൾ പൗലോസ് എന്താ പ്രയോജനം എന്ന് പറയുന്നത്? പൗലോസ് നാം കരുതുന്ന പോലെയുള്ള കാര്യങ്ങളാണോ പൗലോസ് പ്രയോജനം എന്ന് പറയുന്നത്? ഏതെങ്കിലും സാമ്പത്തികമായിരിക്കും നന്മയോ അല്ലെ ജീവിതത്തിന്റെ സുഖമോ ആയിരിക്കുമോ? ഒരിക്കലും ആയിരിക്കില്ല. പൗലോസ് പ്രയോജനം എന്നിവിടെ പറയുന്നത് തന്റെ ആത്മീയ ജീവിതത്തിന്, തന്റെ സഹവിശ്വാസികളുടെ ആത്മീയ ജീവിതത്തിന്. പൗലോസ് ഒരിക്കലും തനിക്ക് വേണ്ടി മാത്രം ചിന്തിക്കുന്നതായിരുന്നില്ല. പൗലോസിന്റെ കട്ടതകളെ കുറിച്ചൊക്കെ പറയുമ്പോൾ അതിന്റെ അവസാനം പറയുന്നുണ്ട്, ഇതെല്ലാം കൂടാതെ എനിക്ക് സർവ്വസഭകളെയും കുറിച്ചുള്ള ചിന്താഭാരമുണ്ട് എന്ന് പറഞ്ഞാൽ പൗലോസ് സ്വന്തം കാര്യം മാത്രം നോക്കി, സ്വന്തം ആത്മീയ കാര്യത്തിൽ പോലും, ആത്മീയ ജീവിതത്തിൽ പോലും സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിച്ചവനല്ല പൗലോസ്. തന്റെ ആത്മീയ നിലയ്ക്ക് ദൈവനാമ മഹത്വത്തിന് എത്രമാത്രം, ഇവിടെ പ്രയോജനം എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്, ദൈവനാമ മഹത്വത്തിന് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എത്രമാത്രം പ്രയോജനപ്പെടും. പൗലോസ് എന്ത് ചെയ്താലും പൗലോസ് ചിന്തിക്കുന്നതാണ്. ഞാൻ പറഞ്ഞല്ലോ, ഭൗമികമായ കാര്യങ്ങളെ കുറിച്ച് പൗലോസ് ചിന്തിക്കുകയില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ പൗലോസിന്റെ ജീവിതം ഇങ്ങനെ ആയിരിക്കുകയില്ല. പൗലോസ് എപ്പോഴും ചിന്തിക്കുന്നത് ദൈവനാമ മഹത്വത്തിനായിട്ട് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ, ഞാൻ ചിന്തിക്കുന്ന കാര്യങ്ങൾ ഏത് തരത്തിൽ പ്രയോജനപ്പെടും. ഇവിടെ പ്രയോജനത്തിന്റെ കാര്യം പറയുമ്പോൾ ഒരു സാധ്യതയിൽ മാത്രമേ ചിന്തിക്കാനായിട്ട് സാധ്യതയുള്ളൂ. കാരണം താൻ ഒരിക്കലും ക്രിസ്തുനിമിത്തം സകലവും ഛേദമായിട്ട് എണ്ണിയിരുന്ന പൗലോസ്, ലാഭങ്ങളൊന്നും നോക്കാതെ സകലവും ഛേദം എന്നും ചപ്പും ചവറും എണ്ണിയ പൗലോസിന് പ്രയോജനം എന്നുള്ള വാക്ക് അത് ആത്മീയ അർത്ഥത്തിൽ മാത്രമേ നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കുള്ളൂ. താൻ എപ്പോഴും ചിന്തിച്ചിരുന്നത് കർത്താവിന്റെ മഹത്വത്തിന് വേണ്ടിയിട്ട് ഞാൻ ചിന്തിക്കുന്ന കാര്യം, ഞാൻ ചെയ്യുന്ന കാര്യം ഏത് നിലയിൽ പ്രയോജനകരമായി ആ പ്രയോജനത്തെ കുറിച്ചാണ് പൗലോസ് ചിന്തിച്ചിരുന്നത് കാണാനായിട്ട് സാധിക്കും, മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. സകലത്തിലും എനിക്ക് കർത്തവ്യമുണ്ടെങ്കിലും സകലവും പ്രയോജനമുള്ളതല്ല. രണ്ടാമത്തെ കാര്യം എന്താ? സകലത്തിലും എനിക്ക് കർത്തവ്യമുണ്ടെങ്കിലും ഞാൻ യാതൊന്നിനും അധീനനാകുകയില്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. മോളെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മോനോട് ഞാൻ പറയുക. നമ്മുടെ ജീവിതത്തിൽ, വിശേഷിച്ചും നിങ്ങളുടെയൊക്കെ ഈ പ്രായത്തിൽ, യൗവന പ്രായത്തില് അനേക കാര്യങ്ങൾക്ക് അധീനരാകുവാൻ, പലതിന്റെയും അടിമകളാകാനായിട്ടുള്ള സാഹചര്യങ്ങൾ വളരെയുണ്ട്. അങ്ങനെ ഒരു ലോകത്തിലാണ് നാം ഒക്കെ ജീവിക്കുന്നത്. ചെറുപ്പകാലങ്ങളിൽ നാം ചില കാര്യങ്ങൾക്ക് അധീനരായിട്ട് തീർന്നാൽ ജീവിതാന്ത്യം വരെ അതിൽ നിന്ന് വിട്ടുപോകാനായിട്ട് വളരെ പ്രയാസമാണ്. നാം പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ ഒരു ശത്രുവാണ് പിശാച് എന്ന് നാം കരുതുന്നത്. നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, ജീവിതത്തിൽ ഒരു പാപത്തിന്റെ ചിന്ത വരുമ്പോൾ ഉടനെ തന്നെ ഇതെന്റെ ശത്രു കൊണ്ടുള്ളതാണ്. ശത്രുവിനോട് പോരാടുവാനായിട്ട്, ശത്രുവിനെ ഇല്ലായ്മ ചെയ്യാനായിട്ടുള്ള ഒരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ മാത്രമേ പാപത്തെ ജയിച്ച് ദൈവ മക്കൾ എന്നുള്ള സാക്ഷ്യത്തോടുകൂടെ യാതൊന്നിനും അടിമയാകാതെ, അടിമത്തം അത് പിശാച് വളരെ ആഗ്രഹിക്കുന്ന കാര്യമാണ്. വിശ്വാസികളുടെ അനേകരുടെയും ജീവിതത്തിൽ ഈ അടിമത്തമുണ്ട്. പലരുടെയും ജീവിതത്തിൽ അധീനത്വമുണ്ട്. നാം പ്രത്യേകം ശ്രദ്ധിക്കണം. ജീവിതത്തിൽ അല്പമായിട്ട് പിശാച് വളരെ തന്ത്രശാലിയാണ്. നാം നോക്കണം, വളരെ തന്ത്രശാലിയാണ്. വളരെ പതിയായിരിക്കും ചില പാപങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത്. കാലക്രമത്തില് നമ്മളൊക്കെ ആലോചിച്ച് നോക്കി, പ്രായമുള്ള വിശ്വാസമായിരിക്കും നാമോ ആലോചിച്ച് നോക്കിയാൽ മതി. ഏതെങ്കിലും ഒരു പാപത്തിന് ഞാൻ അധീനനാണ്. പൗലോസ് പറയുകയാണ്, സകലത്തിനും എനിക്ക് കർത്തവ്യമുണ്ടെങ്കിലും
ഞാൻ യാതൊന്നിനും അധീനനാകുകയില്ല. അത് ഇംഗ്ലീഷിൽ എങ്ങനെയാണെന്ന് അറിയാമോ? 12ാമത്തെ വാക്യം ഇംഗ്ലീഷിൽ നാം വായിക്കുമ്പോൾ, ബട്ട് ഐ വിൽ നോട്ട് ബി ബ്രോട്ട് അണ്ടർ ദ പവർ ഓഫ് എനി. ഞാൻ ഏതെങ്കിലും ഒരു അധികാരത്തിന്റെ കീഴിൽ, ഏതെങ്കിലും ഒരു ശക്തിയുടെ കീഴിൽ, ഐ വിൽ നോട്ട് ബി ബ്രോട്ട് അണ്ടർ ദ പവർ ഓഫ് എനി. ആരുടെയെങ്കിലും ഏതെങ്കിലും ഒന്നിന്റെ അധികാരത്തിന്റെ കീഴിൽ. ഇവിടെ ഉദ്ദേശിക്കേണ്ടത് പാപത്തെ കുറിച്ചാണ്. ദൈവത്തിന് കീഴ്പ്പെടുവാൻ തക്കവണ്ണം എപ്പോഴും തനിക്ക് മനസ്സായിരുന്നു. ദൈവത്തിന് കീഴ്പ്പെടുന്നത് കൂടാതെ പിശാചിന് കീഴ്പ്പെടുവാൻ തക്കവണ്ണം തനിക്ക് ഒരിക്കലും തന്റെ ജീവിതത്തില് അതിന് മുൻതൂക്കം കൊടുത്തിരുന്നില്ല എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അനേക വിശ്വാസികൾക്കും പറ്റിയിരിക്കുന്നതായിരിക്കുന്ന പ്രധാന പ്രശ്നം എന്ന് പറയുന്നത്, അനേക വിശ്വാസികളും ഏതെങ്കിലും തരത്തിലുള്ളതായിരിക്കുന്നത് പലതും നമുക്ക് മറ്റുള്ളവർക്ക് അറിഞ്ഞുകൂടായിരിക്കും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്തെങ്കിലും അങ്ങനെ ഉണ്ടോ? മുറുകെ പറ്റുന്ന പ്രകാരം 12ാം അധ്യായത്തില് മുറുകെ പറ്റുന്ന പാപങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മറ്റു പലർക്കും അറിയില്ലായിരിക്കും നമ്മുടെ ജീവിതം എങ്ങനെയാണെന്നുള്ളത്. നാം പല കാര്യങ്ങളിലും വിശുദ്ധരായിരിക്കാം, പക്ഷെങ്കിൽ നാം ചിലതിനെങ്കിലും അധീനരായി പോകാനായിട്ടുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ളത് നാം ശ്രദ്ധിക്കണം. മുറുകെ പറ്റുന്ന പാപങ്ങളെ ഉപേക്ഷിക്കുവാനൊക്കെ വേണം നമുക്ക് സാധിക്കേണ്ടത് ആവശ്യമാണ്. പൗലോസ് പറയുകയാണ്, ഞാൻ ഒന്നിനും അധീനനാകുകയില്ല, ഞാൻ ഒന്നിനും പൂർണ്ണമായിട്ടും വിധേയപ്പെട്ടു കൊടുക്കുവാനൊക്കെ വേണം ഞാൻ തയ്യാറല്ല എന്നാണ് പൗലോസ് പറഞ്ഞത്. യോസേഫിന്റെ ജീവിതത്തിൽ നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൽ യോസേഫിന് സകലവിധമായിരിക്കുന്ന ജീവിത സുഖങ്ങളും ജഡിക സുഖങ്ങളും ആസ്വദിക്കാനായിട്ടുള്ള സാഹചര്യത്തിലായിരുന്നു യോസേഫ് അവിടെ ജീവിച്ചത്. പക്ഷെങ്കിൽ യോസേഫ് തീരുമാനിച്ചിരുന്നൊരു കാര്യം, താൻ ഒരിക്കലും അങ്ങനെയുള്ള പാപങ്ങൾക്ക് വിധേയപ്പെടില്ല, അധീനനാകുകയില്ല എന്നുള്ള ചിന്ത. പിശാച് പല കാര്യങ്ങളിലും നമ്മെ അടിമയാക്കുവാനായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. യാക്കോബിന്റെ ലേഖനത്തില് ഒരു വാക്യം നമുക്ക് വായിക്കാം. യാക്കോബ് 4:7 ഇതിനോട് ചേർന്ന് തന്നെ യാക്കോബ് 4:7 വാക്യം, ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങിയിരിക്കും, പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. നമുക്ക് കീഴ്പ്പെടേണ്ടത് ആർക്കാണ്? ദൈവത്തിന് കീഴ്പ്പെടുവാൻ നമുക്ക് സാധിക്കണം, ദൈവാത്മാവിനെ കീഴ്പ്പെടുവാൻ നമുക്ക് സാധിക്കണം. അങ്ങനെയെങ്കിൽ എന്ത് സംഭവിക്കും? പിശാചിനോട് എതിർത്ത് നിൽക്കുവാനായിട്ട് നമുക്ക് സാധിക്കും, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ഈ ആലോചിക്കാറുണ്ട്, ദാവീദും ഗോലിയാത്തുമായിട്ടുള്ളതായ ആ പോരൻ. ദാവീദ് ചെറിയ ബാലനാണ്, ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ടാണ് ഗോലിയാത്തിന്റെ അടുത്തേക്ക് ദാവീദ് ചെല്ലുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കുക, കേവലം ഒന്ന് നോവിച്ചു വിടാനായിട്ട് ഗോലിയാത്തിനെ കുറിച്ച് ദാവീദ് ആഗ്രഹിച്ചിരുന്നുവെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? ഒരിക്കലും ഗോലിയാത്തിനെ കീഴ്പ്പെടുത്തുവാൻ സാധിക്കുമായിരുന്നില്ല. ദാവീദ് ഗോലിയാത്തിന്റെ നേരെ ചെല്ലുമ്പോൾ തന്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്ന ഒരൊറ്റ ചിന്ത, ഇസ്രായേലിന്റെ ഈ ശത്രുവിനെ, ദൈവത്തിന്റെ ഈ ശത്രുവിനെ എന്നേക്കുമായിട്ട് നീക്കണമെന്നുള്ളതായിരിക്കും ചിന്ത. പിശാചിനോട് പോരാടുമ്പോഴും ഈ ചിന്തയാണ് നമുക്ക് മനസ്സിലുണ്ടാകേണ്ടത്. എന്റെ ജീവിതത്തിലേക്ക് പാപം പ്രവേശിക്കുവാൻ തക്കവണ്ണം ഉണ്ടാകുന്ന ആദ്യത്തെ ആ അവസരത്തിൽ പോലും അതിനോട് എതിർത്ത് നിൽക്കുവാനും തോൽപ്പിക്കുവാനും നമുക്ക് സാധിച്ചില്ല എങ്കിൽ ക്രമേണ വീണ്ടും നിരവധിയായിരിക്കുന്ന പോരാട്ടങ്ങളെ നേരിടേണ്ടതായിട്ട് വരും. ഇവിടെ പൗലോസ് പറയുകയാണ്, നാം തന്നെ കുറിച്ച് താൻ പറയുകയാണ്, സകലത്തിലും എനിക്ക് കർത്തവ്യമുണ്ടെങ്കിലും ഞാൻ യാതൊന്നിനും അധീനനാകുകയില്ല. ഒന്നിനും അധീനനാകുവാനായിട്ട്, വിശേഷിച്ചും പാപത്തോടുള്ള ബന്ധത്തിൽ യാതൊന്നിനും അധീനനാകാതിരിക്കാൻ വേണം നാം ഇടയാകേണ്ടത് ആവശ്യമാണ്. നാം വളരെ സൂക്ഷിച്ചില്ല എങ്കിൽ ഒരു വാക്യോട് 1 പത്രോസ് ലേഖനത്തിൽ ഒരു വാക്യോടെ വായിക്കും. 1 പത്രോസ് 5:8 വാക്യം നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള വാക്യമാണ്. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലർന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടതെന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കുന്നു. നോക്കുക, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലർന്ന സിംഹം പോലെ ആരെ വിഴുങ്ങേണ്ടതെന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ നിർമ്മതരായിരിക്കണം, ഉണർന്നിരിക്കണം. നമുക്ക് ആ ജാഗ്രത ഇല്ലായെങ്കിൽ, പിശാചിന്റെ പോരാട്ടത്തെ കുറിച്ച് ജാഗ്രത നമുക്കില്ല എങ്കിൽ, നാം അതിനെ കുറിച്ച് വിജിലന്റ് അല്ല എങ്കിൽ തീർച്ചയായിട്ടും പോരാട്ടങ്ങളിൽ തോറ്റുപോകുവാനായിട്ടുള്ള സാധ്യത നമുക്കുണ്ട്. നിർമ്മതരായിരിക്കും, ഉണർന്നിരിക്കും. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലർന്ന സിംഹം പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞ് ചുറ്റി നടക്കുന്നു. പാപം നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നമ്മെ കീഴ്പ്പെടുത്തുവാനായിട്ട്. റോമാലേഖനം 6-ാം അധ്യായത്തില് നമുക്ക് സ്നാനത്തെ കുറിച്ചുള്ള വാക്യങ്ങൾ പറഞ്ഞതിന് ശേഷം പൗലോസ് പറയുന്നതായിരിക്കുന്ന ചില വാക്യങ്ങൾ കൂടെ 1-2 വാക്യങ്ങളൂടെ ഒന്ന് വായിച്ചു നോക്കാം. റോമാലേഖനം 6-ാം അധ്യായത്തില് അതിന്റെ പാപം നിങ്ങളുടെ മറ്റു ശരീരങ്ങളെ എവിടെ വാഴരുത് അല്ലേ, വാഴ്മാറ്. ആകയാൽ പാപം 12-ാമത്തെ വാക്യം, ആകയാൽ പാപം നിങ്ങളുടെ മറ്റു ശരീരത്തിൽ അത് മോഹങ്ങളെ അനുസരിക്കുമാറ്
ഇനി വാഴരുത്. പാപം വാഴുവാനായിട്ട് അനുവദിക്കുവാനായിട്ട് പാടില്ല. നമ്മുടെ ജീവിതത്തിൽ നാം പ്രത്യേകം ഇക്കാര്യം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. തുടർന്നുള്ള വാക്യത്തിലേക്ക് നാം മുൻപോട്ട് വരുമ്പോൾ 13-ാമത്തെ വാക്യം 6:13. ഭോജ്യങ്ങൾ വയറ്റിനും വയറ് ഭോജ്യങ്ങൾക്കും ഉള്ളത്, എന്നാൽ ദൈവം ഇതിനെയും അതിനെയും ഇല്ലായ്മയാക്കും. ശരീരമോ ദുർനടപ്പിനല്ല, കർത്താവിനത്ര. കർത്താവ് ശരീരത്തിനും എന്നാൽ ദൈവം കർത്താവിനെ ഉയർപ്പിച്ചതുപോലെ നമ്മെയും തന്നെ ശക്തിയാൽ ഉയർപ്പിക്കും. അതിന്റെ 13-ാമത്തെ വാക്യത്തിൽ ഭോജ്യങ്ങൾ വയറിനും വയറ് ഭോജ്യങ്ങൾക്കും ഉള്ളത്, എന്നാൽ ദൈവം ഇതിനെയും അതിനെയും ഇല്ലായ്മയാക്കും. ഈ വാക്യം എങ്ങനെ ഇവിടെ ചേരുന്നത്? ഭോജ്യങ്ങൾ വയറിനും വയറ് ഭോജ്യങ്ങൾക്കും ഉള്ളത്, എന്നാൽ ദൈവം ഇതിനെയും അതിനെയും ഇല്ലായ്മയാക്കും എന്ന് പറഞ്ഞാൽ ഭോജ്യം നൽകുന്നത് ദൈവമാണ്, ഭോജ്യം നൽകുന്നത് ദൈവമാണ്, വയറ് നൽകുന്നത് ദൈവമാണ്. പക്ഷെങ്കിൽ ഒരു കാര്യം നാം ഓർക്കണം, ഇത് രണ്ടും നിലനിൽക്കുന്നതല്ല. ഇതൊക്കെ താൽക്കാലികമാണ്. താൽക്കാലികമായിരിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകിയിരിക്കുന്നതാണ് ഭോജ്യവും വയറുമൊക്കെ. പക്ഷെങ്കിൽ ഒരു കാര്യം നാം ഓർക്കണം, ഇതെല്ലാം ദൈവം ഇതിനെയും അതിനെയും ഇല്ലായ്മയാക്കും. ശരീരമോ ദുർനടപ്പിനല്ല, കർത്താവിനത്രേ. കർത്താവ് ശരീരത്തിന്. ഇതുകൊണ്ട് എന്താ നാം മനസ്സിലാകേണ്ടത്? ഈ ലോകത്തില് ദൈവം നമുക്ക് ശരീരം നൽകിയിട്ടുണ്ട്, അവയവങ്ങൾ നൽകിയിട്ടുണ്ട്. ഇത് നാം ഉപയോഗിക്കുമ്പോൾ ഒരു കാര്യം നാം ഓർക്കണം, ഇതെല്ലാം താൽക്കാലികമായിരിക്കുന്ന ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ദൈവം നൽകിയിരിക്കുന്നതാണ്. ഭോജ്യങ്ങൾ വയറിനും വയറ് ഭോജ്യങ്ങൾക്കുമുള്ളത്, എന്നാൽ ദൈവം ഇതിനെയും അതിനെയും ഇല്ലായ്മയാണ്. ഒരു ദിവസം ഇതെല്ലാം ഇല്ലാതെയായി പോകുന്ന ഒരു ദിവസമുണ്ട്. ഇതൊക്കെ താൽക്കാലികമാണ്. എന്നിട്ട് പൗലോസ് പറയുകയാണ്, ശരീരമോ ദുർനടപ്പിനല്ല, കർത്താവ് ശരീരത്തിന്. ഈ നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന ഈ ശരീരം ഇതെങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതിനെ കുറിച്ചാണ് നമുക്ക് തുടർന്നുള്ള വാക്യങ്ങളിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ഇല്ലാതെയായി പോകുന്ന ഒന്നിനു വേണ്ടിയിട്ട് ജീവിക്കുവാൻ തക്കവണ്ണം നമുക്കിടയാകരുത്. നമുക്ക് കർത്താവ് ചില താൽക്കാലികമായിരിക്കുന്ന ആവശ്യങ്ങളുടെ പേരിൽ തന്നിരിക്കുന്ന നമ്മുടെ അവയവങ്ങൾ അത് കർത്താവിന് നാമമഹത്വത്തിനായിട്ട് ഉപയോഗിക്കുവാൻ തക്കവണ്ണം നമുക്കിടയാകേണ്ടത് ആവശ്യമാണ്. അവയൊക്കെയും താൽക്കാലികമാണെന്നുള്ള ചിന്ത നമ്മുടെ ഹൃദയത്തെ ഭരിക്കേണ്ടത് ആവശ്യമാണ്. നാം വായിക്കുമ്പോൾ ശരീരമോ ദുർനടപ്പിനല്ല, കർത്താവിനത്രേ. കർത്താവ് ശരീരം. ഇത്തരത്തിലുള്ളതായിരിക്കുന്ന ഒരു ബന്ധം നമ്മുടെ ശരീരവും കർത്താവുമായിട്ട് നമുക്ക് ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. മാത്രമല്ല നാം ഈ ഭാഗത്ത് തന്നെ നാം ഈ ദുർനടപ്പ് എന്നുള്ളതായിരിക്കുന്ന പാപത്തിന്റെ പ്രത്യേകത എന്താണെന്നുള്ളത് നമുക്ക് അറിയാം. ദൈവവ്യവസ്ഥയ്ക്ക് വിരോധമായിട്ടുള്ള അവിഹിതമായിട്ടുള്ള സകല ബന്ധങ്ങളെയും സൂചിപ്പിക്കുന്ന ഒരു പദമാണ് ദുർനടപ്പ് എന്ന് പറയുന്നത്. ഇതിന്റെ തന്നെ 18-ാമത്തെ വാക്യം നാം വായിക്കുന്നുണ്ട്. ദുർനടപ്പ് വിട്ട് ഓടുകയും, മനുഷ്യൻ ചെയ്യുന്ന ഏത് പാപവും ശരീരത്തിന് ദുർനടപ്പ് വിട്ട് ഓടുകയും. ചിലപ്പോഴൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട്, നമുക്ക് ചിന്തിക്കുന്നതായിരിക്കും, എല്ലാ പാപങ്ങളും ഒരുപോലെയാണോ? എല്ലാ പാപങ്ങളും ഒരുപോലെയാണോ അല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ആണോ എനിക്കറിയൂട്ടാണ്. പക്ഷേ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്, ഈ ഭാഗങ്ങളൊക്കെ വായിച്ചപ്പോൾ ആ ചിന്ത എനിക്ക് ചില പാപങ്ങളെ കർത്താവ് വളരെ വളരെ ശക്തമായ രീതിയിൽ, അത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല, പക്ഷേ ഏറ്റവും കൂടുതൽ മരണത്തിലുള്ള പാപവും ഉണ്ടെന്ന് പറയുന്നത്. അപ്പോൾ ചില പാപങ്ങള് കഠിനമായിരിക്കുന്ന ശിക്ഷയ്ക്ക് വിധേയപ്പെടാവുന്ന ചില പാപങ്ങൾ ഉണ്ട്. ദുർനടപ്പിനെ കുറിച്ച് പറയുമ്പോൾ ദുർനടപ്പ് വിട്ട് ഓടണം എന്ന് പറയുന്നത്, അതിന്റെ അടുത്ത് പോലും പോകുവാനായിട്ട് പാടില്ല. നമ്മ യോസേഫിന്റെ ചരിത്രം ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുമ്പോൾ പല പ്രാവശ്യം ഈ പോത്തീഫറിന്റെ ഭാര്യ തന്നെ ക്ഷണിച്ചുവെങ്കിലും അവിടെ ഒരു ഭാഗം പ്രത്യേകം രേഖപ്പെടുത്തിയിട്ടുണ്ട്, അവരുടെ അടുത്ത് പോയി ഇരിക്കുവാൻ പോലും അവന് ഇടയായില്ല എന്ന് പറയുന്നത്. അവരുടെ അടുത്ത് പോയി ഇരിക്കുവാൻ പോലും. പാപത്തോട് ഇത്തരത്തിലുള്ളതായിരിക്കുന്ന ഒരു മനോഭാവം, വിശേഷിച്ചും ദുർനടപ്പ് എന്നുള്ളതായിരിക്കുന്ന പാപത്തോടുള്ള ബന്ധത്തില് നമുക്കുണ്ടായിരിക്കേണ്ടത്. ദുർനടപ്പ് വിട്ട് ഓടുകയും എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അത് ആ പാപത്തിന്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത്, അതിന്റെ 18-ാമത്തെ വാക്യത്തിലുണ്ട്, മനുഷ്യൻ ചെയ്യുന്ന ഏത് പാപവും ശരീരത്തിന് പുറത്താകുന്നു. ദുർനടപ്പ് കാരണം സ്വന്തം ശരീരത്തിന് വിരോധമായിട്ടാണ് ഈ പാപം ചെയ്യുന്നത്. നമ്മുടെ ശരീരങ്ങൾ എന്ന് പറയുന്നത് അത് കർത്താവിനോട് പറ്റിച്ചേരേണ്ടതാണ്. നാം 18-ാമത്തെ വാക്യം വായിക്കുന്നുണ്ട്, കർത്താവിനോട് പറ്റിച്ചേരുന്നതിനോ അവനുമായിട്ട് ഏകാത്മാവ് ആകുന്നു ദുർനടപ്പ് വിട്ട് ഓടുകയും. മാത്രമല്ല നമുക്കറിയാവുന്ന വിവാഹ ബന്ധത്തില്, ഭാര്യാഭർത്തൃ ബന്ധത്തില് പ്രതിപുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്. പ്രതിപുസ്തകം അവിടെ ആദമിന്റെയും ഹവ്വയുടെയും സൃഷ്ടിയോടുള്ള ബന്ധത്തില് അതിന്റെ 2-ാം അധ്യായം 24-ാമത്തെ വാക്യം, അതുകൊണ്ട് പുരുഷൻ
പുരുഷൻ അപ്പനെയും അമ്മയും വിട്ടുപിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും, അവർ ഏകദേഹമായിട്ട് തീരും. ദുർനടപ്പിനോടുള്ള ബന്ധത്തിൽ ദുർനടപ്പിൽ ഏർപ്പെടുന്നവർ അവർ നമ്മൾ വായിക്കുന്നത് 15-ാമത്തെ വാക്യത്തില് ക്രിസ്തുവിന്റെ അവയവങ്ങളെ ഞാനെടുത്ത് വേശ്യയുടെ അവയവങ്ങൾ ആക്കാമോ എന്നാളും അരുത്. നിങ്ങളുടെ ശരീരങ്ങൾ ക്രിസ്തുവിന്റെ അവയവങ്ങളാണ്. നിങ്ങളുടെ ശരീരങ്ങൾ ക്രിസ്തുവിന്റെ അവയവങ്ങളാണ്. അതിന്റെ 13-ാമത്തെ വാക്യം നാം വായിച്ചു, ശരീരം ആരുടേതാണ്? കർത്താവിൻ്റെതാണ് നമ്മുടെ ശരീരം. നാം വായിക്കുന്നുണ്ടല്ലോ, നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുവാൻ നിങ്ങൾ സന്താനങ്ങൾക്കുള്ള 9-ാമത്തെ വാക്യത്തിലുണ്ട്, നിങ്ങൾ ദൈവത്തിന്റെ ദാനമായി. ഒന്ന് വായിക്കാം, 6:19. 6:19. ദൈവത്തിന്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലക്ക് വാങ്ങിയിരിക്കാൻ നിങ്ങൾ താന്താനങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? നോക്കുക, നമ്മുടെ ശരീരം എന്ന് പറയുന്നത് നാം അതിന്റെ 15-ാമത്തെ വാക്യത്തിൽ വായിച്ചു, 14-ാമത്തെ വാക്യത്തിൽ വായിച്ചു, കർത്താവിൻ്റെതാണ് നമ്മുടെ ശരീരം. ഇവിടെ നാം വായിക്കുമ്പോൾ നമ്മുടെ ശരീരം പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാണ് നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുക നിങ്ങൾ സന്താനങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? മാത്രമല്ല അതിന്റെ 15-ാമത്തെ വാക്യം നാം കണ്ടു, നിങ്ങളുടെ ശരീരം ക്രിസ്തുവിന്റെ അവയവങ്ങളാണ്. നാം ക്രിസ്തുവിൻ്റെതാണ് 13-ാമത്തെ വാക്യം. 15-ാമത്തെ വാക്യം നിങ്ങളുടെ ശരീരങ്ങൾ ക്രിസ്തുവിന്റെ അവയവങ്ങളാണ്. 19-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുമ്പോൾ ദൈവത്തിന്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന കൃഷ്ണാത്മാവിന്റെ മന്ദിരമാണ് നിങ്ങളുടെ ശരീരം. ശരീരത്തിന് ഇമ്പോർട്ടൻസ് ഉണ്ടോ? അതോ ആത്മാവിന് മാത്രമേ ഇമ്പോർട്ടൻസ് ഉള്ളോ? തീർച്ചയായിട്ടും അല്ല. ശരീരത്തിന് വളരെ പ്രാധാന്യം. ശരീരത്തെ ദൈവത്തിൻ്റെതാണ്. ദൈവം നമുക്ക് ഭൂമിയിൽ തന്റെ ആത്മാവ്, അങ്ങനെയൊക്കെ നാം വായിക്കുന്നത്, ദൈവത്തിന്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാണ്. ദൈവാത്മാവ് വസിക്കുവാനായിട്ട് ദൈവം നമുക്ക് ഈ ഭൂമിയിൽ നൽകിയിരിക്കുന്ന ഈ ശരീരം, ഇത് വളരെ വിലയേറിയതാണ്. ഇതിന് നാം അതിൻ്റെതായ പ്രാധാന്യം നാം കൊടുക്കേണ്ടത് ആവശ്യമാണ്. കേവലം ആത്മാവിനെ കുറിച്ച് മാത്രമല്ല നമ്മുടെ ചിന്തിക്കുന്നത്, പിന്നെയോ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ശരീരം, അത് അവിടെ വായിക്കുന്ന പോലെ നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ്. എന്താ വില കൊടുത്തത്? കർത്താവിന്റെ ശരീരമാണ് നമുക്ക് വേണ്ടിയിട്ട് വില കൊടുത്തത്. കർത്താവിന്റെ രക്തമാണ് നമുക്ക് വേണ്ടി വില കൊടുത്തത്. അങ്ങനെ വില കൊടുത്ത് വാങ്ങിയവരാണ്. ആ ചിന്ത നമ്മുടെ ഹൃദയങ്ങളുണ്ട്. എന്റെ ശരീരം കർത്താവിൻ്റെതാണ്, കർത്താവ് വില കൊടുത്ത്, അങ്ങനെയൊക്കെ നാം വായിച്ചത്, നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുക, നിങ്ങൾ സന്താനങ്ങൾക്കുള്ളവരല്ല, നമുക്കുള്ളവരല്ല എന്നാണ് പ്രത്യേകം നാം ചിന്തിക്കണം. ദൈവാത്മാവ് വസിക്കുന്ന ശരീരം, ഈ ദൈവാത്മാവിനെ ആരെന്ന് ഇവിടെ നാം വായിച്ചല്ലോ, ദൈവത്തിന്റെ ദാനമായി. ഒരു ചെറിയ കാര്യമായിട്ട് ഒന്നും നാം അവഗണിക്കുവാനായിട്ട് പാടില്ല. കർത്താവിന്റെ ദൈവത്തിന്റെ വീണ്ടെടുപ്പ് എന്ന് പറയുന്നത്, കർത്താവായ യേശുക്രിസ്തു മുഖാന്തരമുള്ള വീണ്ടെടുപ്പിനെ ചെറുതായി കാണുവാൻ നമുക്ക് ഇടയായി. പത്രോസിന്റെ വാക്യം നമുക്കറിയാം, നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് എപ്പോഴും എല്ലാ ഞായറാഴ്ചയും പറയുന്നത്, പൊന്നെ വെള്ളി മുതലായി അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കമായ കുഞ്ഞാടിന്റെ വിലയേറിയ, ആ വിലയേറിയ എന്ന വാക്കിന് അത് വളരെ ആഴമുള്ളതാണ്. അങ്ങനെ ഒരു രക്തം ഈ ഭൂമിയിൽ ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. ദൈവത്തിനായ ക്രിസ്തുവിന്റെ രക്തം എന്റെ പാപത്തിന് വേണ്ടി, നമ്മൾ ഓരോരുത്തർ ചിന്തിക്കണം, എന്റെ പാപത്തിന് വേണ്ടിയിട്ട് ദൈവപുത്രനായിരിക്കുന്ന ക്രിസ്തുവിന്റെ രക്തം ചൊരിഞ്ഞു. അതിനേക്കാൾ വിലയേറിയതായിട്ട്, അതുല്യമായിട്ട് ഉള്ള ആ രക്തത്തെ പോലെ വേറെ ഒന്നും ഈ ലോകത്തിൽ ഉണ്ടായിട്ടല്ല. അതാണ് ദൈവം നമുക്ക് വേണ്ടിയിട്ട്. അപ്പം നമ്മളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ വില നാം മനസ്സിലാക്കുന്നതിനും നാം ഉൾക്കൊള്ളുന്നതിനും ഒക്കെ അപ്പുറത്ത് നമുക്കാവണം. ദൈവം നമ്മെ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ്, നാം നമുക്കുള്ളവരല്ല എന്നുള്ള ചിന്ത നമ്മുടെ ഹൃദയങ്ങളിലെ ഭരിക്കേണ്ടതാണ്. ദൈവത്തിന്റെ ദാനമായി നിങ്ങളിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാണ് നിങ്ങളുടെ ശരീരമെന്നും, പരിശുദ്ധാത്മാവിന്റെ മന്ദിരം, ടെമ്പിൾ ഓഫ് ഹോളി സ്പിരിറ്റ്. ടെമ്പിൾ എന്നുള്ള വാക്ക് നാം പഠനത്തിലൊക്കെ നോക്കുമ്പോൾ ഈ ടെമ്പിൾ എന്നുള്ള വാക്ക് ഇസ്ലാമിലെ ദേവാലയത്തെ കുറിക്കുന്ന, യഹൂദന്റെ ദേവാലയത്തെ കുറിക്കുന്ന, ദേവാലയം എത്രമാത്രം വിശുദ്ധമായിട്ട് സൂക്ഷിക്കണമെന്നുള്ള ദൈവത്തിന്റെ കൽപ്പന. യഹൂദന്മാർ അത് ചെയ്തില്ല, ഇസ്രായേൽ ചെയ്തില്ല എന്നുള്ളത് നമുക്കറിയാം. പക്ഷെ ദൈവം എന്താ ആഗ്രഹിച്ചത്? ദൈവാലയം അതിന് അതിൻ്റെതായിരിക്കുന്ന വിശുദ്ധിയാണ് ദൈവം ആഗ്രഹിച്ചത്. അത് പ്രാർത്ഥനാലയമായിരിക്കണം. അങ്ങനല്ലേ കർത്താവ് തന്നെ പറഞ്ഞില്ല, എന്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടുന്നു. ആലയം പ്രാർത്ഥനാലയമായിരിക്കണം. അത് ദൈവത്തെ ആരാധിക്കുവാനായിട്ടുള്ള, ദൈവത്തിന് യാഗമർപ്പിക്കുവാനായിട്ടുള്ള സ്ഥലമാണ്. അതിന് അതിൻ്റെതായിരിക്കുന്ന വിശുദ്ധിയുണ്ട്. ഈ ചിന്തയോടുകൂടെ വേണം നാം നമ്മുടെ ശരീരത്തെ കാണാനായിട്ട്. എന്റെ ജീവിതം, എന്റെ ശരീരം എന്ന് പറയുന്നത് ഒരു പ്രാർത്ഥനാലയമായിട്ട് മാറണം. എന്റെ ശരീരം എന്ന് പറയുന്നത് ദൈവത്തിന് ആരാധന അർപ്പിക്കുന്ന സ്ഥാനമായിട്ട് മാറണം. ദൈവാരാധനയും ദൈവത്തോടുള്ളതായിരിക്കുന്ന പ്രാർത്ഥനകളും നിരന്തരമായിട്ട്, ദൈവത്തോടുള്ളതായിരിക്കുന്ന യാഗങ്ങളും നിരന്തരമായിട്ട് അർപ്പിക്കപ്പെടുന്നതായിരിക്കുന്ന ഒരാലയമായിട്ട് എന്റെ ശരീരം തീരണം.
നാം പലപ്പോഴും ഇതിനൊന്നും വേണ്ടത്രതായിരിക്കുന്ന വില കൊടുക്കുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ദൈവം എത്രമാത്രം പ്രതീക്ഷകളാണ് ദൈവത്തിന് നമ്മെ കുറിച്ചുള്ളത്. പലപ്പോഴും ദൈവത്തിന്റെ പ്രതീക്ഷകളൊക്കെ തന്നെ അത് പലപ്പോഴും നമുക്ക് ചിന്തിക്കുവാൻ പോലും സാധിക്കാത്തതാണ് എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ 3 കാര്യങ്ങൾ നാം ആനുകൂല്യത്തിൽ കണ്ടു. ഒന്ന്, കർത്താവ് ശരീരത്തിനാണുള്ളത്. ശരീരമോ ദുർനടപ്പിനല്ല, കർത്താവിനത്രേ, കർത്താവ് ശരീരത്തിനും. പിന്നീട് നാം കണ്ടത് അവിടെ 19-ാമത്തെ വാക്യം, ദൈവത്തിന് ദാനമായി നിങ്ങളിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാണ് നിങ്ങളുടെ ശരീരം. അതുപോലെ തന്നെ ഞാൻ ഒരു വിട്ടുപോയത് 15-ാമത്തെ വാക്യം, നിങ്ങളുടെ ശരീരങ്ങൾ ക്രിസ്തുവിന്റെ അവയവങ്ങളാണ്. ഒന്നുകൂടെ നോക്കാം. ഒന്ന്, നമ്മുടെ ശരീരം കർത്താവിൻ്റെതാണ്. 13-ാമത്തെ വാക്യത്തിന്റെ അവസാനത്തെ ഭാഗം. 15-ാമത്തെ വാക്യത്തിൽ നിങ്ങളുടെ ശരീരങ്ങൾ ക്രിസ്തുവിന്റെ അവയവങ്ങളാണ്. വീണ്ടും 19-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിന്റെ ദാനമായി നിങ്ങളിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാണ് നിങ്ങളുടെ ശരീരം. നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുക, നിങ്ങൾ സന്താനങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? ഈ ഭാഗം നാം വായിച്ചു വരുമ്പോൾ അതിന്റെ 20-ാമത്തെ വാക്യത്തിൽ, ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ ഓർക്കുക. ഇതിനെല്ലാം കൺക്ലൂഷനാണ്. ഈ 12 മുതലായിരിക്കുന്ന വാക്യങ്ങളുടെ അതിന്റെ കൺക്ലൂഷനാണ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് എന്ത് നിങ്ങൾ ചെയ്യണം? നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ ഓർക്കുക. ഈ ഭാഗം നാം ചിന്തിക്കുമ്പോൾ ഇതിന് നമുക്ക് ഏറ്റവും നല്ല മാതൃക ആരിലാണ് കാണാനായിട്ട് സാധിക്കുന്നത് അറിയാമോ? കർത്താവായ യേശു ക്രിസ്തുവിലാണ്. കർത്താവിന് ഒരു ശരീരം ഉണ്ടായിരുന്നു, അല്ലെ? കർത്താവിന് ഒരു ശരീരം ഉണ്ടായിരുന്നു. ആ ശരീരത്തിന് ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു, അല്ലെ? നമ്മുടെ ശരീരത്തിനും ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. കർത്താവിന് ലഭിച്ച ശരീരത്തിനും, കർത്താവായ യേശു ക്രിസ്തു ശരീരമില്ലാത്തവനായിരുന്നു, നമുക്കറിയാമല്ലോ. നിത്യതയില് അവന്റെ രൂപം എന്തായിരുന്നു നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷെങ്കില് മനുഷ്യജന്മം എടുത്ത് കർത്താവ് ഭൂമിയിൽ വന്നപ്പോൾ തനിക്കൊരു ശരീരം ഉണ്ടായിരുന്നു. ആ ശരീരത്തിന് ഒരു ദൈവിക ഉദ്ദേശം ഉണ്ടായിരുന്നു. ഇവിടെ നാം ചിന്തിക്കണം, എനിക്കും നിങ്ങൾക്കും ദൈവം നൽകിയിരിക്കുന്ന ഈ ശരീരത്തിന് ഇതിനൊരു ഉദ്ദേശമുണ്ട്. എബ്രായലേഖനത്തില് നാം ഒരു വാക്യം വായിക്കുന്നുണ്ട്, ഒരു ശരീരം എനിക്ക് നൽകിയിരിക്കുന്നത്. എബ്രായലേഖനം 10-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തില് കർത്താവിനോടുള്ള ബന്ധത്തിലാണ് പറഞ്ഞിരുന്നത്. എബ്രായലേഖനം 10-ന്റെ 5-ാമത്തെ വാക്യം, ആകയാൽ ലോകത്തിൽ വരുമ്പോൾ ഹനനയാകവും വഴിപാട് നീച്ചിട്ടില്ല, എന്നാൽ ഒരു ശരീരം നീ എനിക്ക് ഒരുക്കിയിരിക്കുന്നു. ദൈവം ഒരു ശരീരം പുത്രനായ ക്രിസ്തുവിനെ ഒരുക്കിയിരുന്നു. എന്തിനു വേണ്ടിയിട്ടാ? സർവാംഗ ഹോമങ്ങളിലും പാപയാഗങ്ങളിലും നീ പ്രസാദിച്ചില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു, പുസ്തക ചെറുപ്പിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു, ദൈവം നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു. ഈ ഇഷ്ടം നിറവേറ്റുവാനായിട്ട് എന്തായിരുന്നു ദൈവത്തിന്റെ ഇഷ്ടം? പുത്രൻ ആ ശരീരം കൊടുക്കുമ്പോൾ ദൈവത്തിന്റെ ഇഷ്ടം എന്തായിരുന്നു? പാപിയായിരിക്കുന്ന മനുഷ്യനെ സ്നേഹിക്കുവാൻ, മനുഷ്യന് വേണ്ടിയിട്ട് തകർക്കപ്പെടുവാനായിട്ട്, മനുഷ്യന് വേണ്ടിയിട്ട് രക്തം ചൊരിയുവാനായിട്ട്, മനുഷ്യനുള്ള അടുത്ത ഭാഗത്ത് എന്റെയും നിങ്ങളുടെയും പേര് ചേർക്കാനായിട്ട് സാധിക്കും. കർത്താവ് എനിക്ക് വേണ്ടിയിട്ട് ഒരു ശരീരം ധരിക്കുകയുണ്ടായി. അതിനുവേണ്ടി അതായിരുന്നു ദൈവത്തിന് തന്നെ കുറിച്ചുള്ളതായിരിക്കും, തന്റെ ശരീരത്തോടുള്ള ബന്ധമുള്ളതായിരിക്കുന്ന ദൈവേഷ്ടം. ദൈവം ആ ശരീരം പുത്രന് ഒരുക്കിയപ്പോൾ ആ ശരീരം തകർക്കപ്പെടണം. അതിനുവേണ്ടിയിട്ടാണ് പുത്രൻ ആ ശരീരം കൊടുത്തത്. എന്തായിരുന്നു അതിന്റെ ഫലം? കർത്താവിന് യോഹന്നാൻശേഷത്തില് കർത്താവിന്റെ അന്ത്യവാക്യത്തോടുള്ള ബന്ധം, യോഹന്നാൻശേഷം 17-ാം അധ്യായത്തില് ആ പ്രാർത്ഥനയില് താൻ ക്രൂശിലേക്ക് പോകുന്നതിനൊക്കെ മുമ്പായിട്ട് താൻ പറയുന്ന വാക്കുകളില് കർത്താവ് ഒരു കാര്യം പറയുന്നുണ്ട്. അതിന്റെ ഞാൻ നിന്നെ മഹത്വപ്പെടുത്തി എന്ന് പറയുന്ന ഒരു വാക്യമുണ്ട്. നാലാമത്തെ വാക്യം 17:4, ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി, നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി തികച്ചിരിക്കുന്നു. ഇത് ക്രൂശിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പ് കർത്താവ് പറയുകയാണ്, ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി, നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി തികച്ചിരിക്കുന്നു. കർത്താവ് ആ ശരീരവുമായിട്ട് ഭൂമിയിൽ വന്നു. പാപം ഒഴികെ സകലത്തിലും നമുക്ക് തുല്യനായിട്ടാണ് കർത്താവ് ജീവിച്ചത്, അല്ലേ? ഒരു പാപം ഒഴികെ നമുക്ക് സകലത്തിൽ നമുക്ക് തുല്യനായിട്ട് നമുക്കുള്ള പോലെയുള്ളൊരു ശരീരമാണ് തനിക്ക് ഉണ്ടാക്കുന്നത്. പാപം ഒഴികെ സകലത്തിലും നമുക്ക് തുല്യനായിട്ട് താൻ ജീവിതത്തിൽ തന്റെ ശരീരം കൊണ്ട് താൻ ദൈവത്തെ മഹത്വപ്പെടുത്തി, തനിക്ക് ചെയ്യുവാൻ ഉണ്ടായിരുന്ന പ്രവൃത്തി അത് താൻ തികച്ചു എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എബ്രായലേഖനം തന്നെ നാം വായിക്കും. എബ്രായലേഖനം 10-ന്റെ 5-ലാണ് നാം വായിച്ചത്, ഒരു ശരീരം നീ എനിക്ക് ഒരുക്കിയിരിക്കുന്നു എന്ന് നാം വായിച്ചത്. അതിന്റെ 9-ാമത്തെ വാക്യം വായിക്കുമ്പോൾ 9-ാമത്തെ വാക്യം, ഇതാ ഞാൻ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ രണ്ടാമത്തേതിനെ സ്ഥാപിപ്പാൻ ഒന്നാമത്തേതിനെ നീക്കിക്കളയുന്നു.
അതിന് 10-ാമത്തെ വാക്യം, ആ ഇഷ്ടത്തിൽ യേശുക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ വിശദീകരിക്കപ്പെട്ടിരിക്കുന്നു. ഇതായിരുന്നു യേശുക്രിസ്തുവിന് ശരീരം കൊടുത്തതിന്റെ ഉദ്ദേശം. ശരീരയാഗം, ആ ഇഷ്ടത്തിൽ നാം യേശുക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ വിശദീകരിക്കപ്പെട്ടു. ദൈവം തനിക്ക് കൊടുത്തതായിരിക്കുന്ന, തനിക്ക് വേണ്ടി ഒരുക്കിയതായിരിക്കുന്ന ശരീരം, ദൈവം എന്തുദ്ദേശത്തോടെയാണോ അത് കൊടുത്തത് അത് പൂർണ്ണമായിട്ടും ആ ശരീരത്തിൽ നിവർത്തിച്ചുകൊണ്ടാണ് കർത്താവ് മരണം എന്നുള്ളത് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ പൗലോസ് പറഞ്ഞ അവസാനിക്കുമ്പോൾ, ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം. നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതായിരിക്കുന്ന ശരീരം, അത് നാം വായിച്ചതുപോലെ നമ്മുടെ ഈ ശരീരം ദുർനടപ്പിനല്ല കർത്താവിനത്രേ. കർത്താവ് ശരീരത്തിനും ഒരു കാര്യം കൂടെ 14-ാമത്തെ വാക്യം നാം വായിക്കുന്നുണ്ട്, എന്നാൽ ദൈവം കർത്താവിനെ ഉയർപ്പിച്ചതുപോലെ നമ്മയും തന്റെ ശക്തിയാൽ ഉയർത്തും. ഈ ശരീരം കർത്താവിന് കൊള്ളാവുന്ന നിലയിൽ നാം ഉപയോഗിച്ച് ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാകാം, അല്ലെങ്കിൽ കർത്താവ് വരുവാനായിട്ടുള്ള അവസരം ഉണ്ടാകാം. നാം ഒരു കാര്യം ഓർക്കണം, ഈ ശരീരം ഇത് ഉയർത്തുവാനുള്ള ശരീരമാണ്, അല്ലെങ്കിൽ രൂപാന്തരപ്പെടുവാനായിട്ടുള്ള ശരീരമാണ്. ഫിലിപ്പിയർ നാം വായിക്കുമ്പോൾ നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുവാനായിട്ട് പോവുകയാണ് ഇവിടെ നാം വായിക്കുന്നത്. എന്നാൽ ദൈവം കർത്താവിനെ ഉയർപ്പിച്ചതുപോലെ നമ്മയും തന്റെ ശക്തിയാൽ ഉയർത്തും. ഇതുകൊണ്ട് എന്ത് ചെയ്യണം? നാം വിശുദ്ധി കാത്തുകൊള്ളുവാനായിട്ട് നാം ശ്രദ്ധിക്കണം. നമ്മുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഫിലിപ്പിയറിലെ ആ വാക്യം നമുക്ക് വളരെ പരിചയമുള്ള വാക്യമാണ്. ഇത് ഉയർത്തുവാനായിട്ടുള്ള ശരീരമാണ്, രൂപാന്തരപ്പെടുവാനിരിക്കുന്ന ശരീരമാണ്. നാം വായിക്കുന്ന ദൈവം കർത്താവിനെ ഉയർപ്പിച്ചതുപോലെ 1 Corinthians 15-ാം അധ്യായത്തിന്റെ പ്രത്യേകത എന്താ നമുക്ക് എല്ലാവർക്കും അറിയാം. പുനരുദ്ധാനത്തെ കുറിച്ച് പുനരുദ്ധാനത്തെ കുറിച്ച് വളരെ വിശദമായിട്ട് പറയുന്ന ഒരു അധ്യായമാണ് 1 Corinthians 15-ാം അധ്യായം. ആ 15-ാം അധ്യായം നാം വായിച്ചു നോക്കിയാൽ അവിടെ ആദ്യ ഭാഗങ്ങളിൽ വിശ്വാസികളുടെ ഉയർപ്പിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് കർത്താവിന്റെ ഉയർപ്പിനെ കുറിച്ചാണ് പറയുന്നത്. എന്നിട്ട് പറയുകയാണ്, ക്രിസ്തു മരിച്ച ഉയർത്തുന്നില്ല എങ്കിൽ ക്രിസ്തുവും ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ വിശ്വാസികൾ ഉയർത്തെഴുന്നേൽക്കും അതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് എന്താ? ക്രിസ്തുവിന്റെ പുനരുദ്ധാനമാണ്. ക്രിസ്തുവിന്റെ പുനരുദ്ധാനമാണ്. അതിന്റെ 16-ാമത്തെ വാക്യം 15-16, മരിച്ചവർ ഉയർത്തുന്നില്ല എങ്കിൽ ക്രിസ്തുവും ഉയർത്തിട്ടില്ല. അപ്പോൾ യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് കൊണ്ട് വ്യക്തമാക്കുന്ന ഒരു കാര്യം മരിച്ചവരുടെ പുനരുദ്ധാനം എന്നുള്ളതാണ്. എന്നാൽ ദൈവം കർത്താവിനെ ഉയർപ്പിച്ചതുപോലെ നമ്മയും തന്റെ ശക്തിയാൽ ഉയർപ്പിക്കും. എഫേസ്യ ലേഖനത്തിൽ ഒരു വാക്കോടെ വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 15 മുതലായിരിക്കുന്ന 19 മുതലുള്ള വാക്യങ്ങൾ. എഫേസ്യ ലേഖനത്തിന്റെ 19 മുതലുള്ള വാക്യങ്ങൾ. വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവരുടെ ശക്തിയുടെ ആളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതും പ്രാർത്ഥിക്കും. അങ്ങനെ അവൻ ക്രിസ്തുവിൽ വ്യാപരിച്ച് അവനെ മരിച്ചവരെ ഈ ഭാഗത്ത് ഈ പുസ്തകത്തിലെ 1-ാം അധ്യായത്തില് അതിന്റെ 15 മുതലുള്ള വാക്യങ്ങളിലെ പൗലോസിന്റെ ഒരു പ്രാർത്ഥനയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. 19-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലുപ്പം. 20-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ആ ശക്തി എവിടെയാണ് വ്യാപരിച്ചത്? അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ച് അവനെ മരിച്ചവരുടെ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു. കർത്താവിന്റെ കല്ലറയിൽ സുവിശേഷങ്ങളുടെ അവസാന അധ്യായങ്ങളിലൊക്കെ നാം കാണുന്നുണ്ടല്ലോ, ആ പാറകൾ പൊട്ടി കർത്താവിന്റെ കല്ലറയെ ഭേദിച്ചുകൊണ്ട് കർത്താവ് പുറത്തു വരുവാനായിട്ട് അത് അസാധാരണമായ ദൈവിക ശക്തി വ്യാപരിച്ചത് കൊണ്ടാണ് സാധിക്കുന്നത്. മരിച്ച കർത്താവ് ഉയർത്തെഴുന്നേറ്റ് ആ പാറകൾ ആ കല്ലറകളെ ഭേദിച്ചുകൊണ്ട് പുറത്തേക്ക് വരണമെങ്കിൽ അതൊരു നിസ്സാരമായിരിക്കുന്ന കാര്യമാണ്. ദൈവിക ശക്തി വ്യാപരിച്ച ഒരു രംഗമാണ് കർത്താവായ യേശുക്രിസ്തുവിന്റെ പുനരുദ്ധാനം എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ നാം വായിക്കുമ്പോൾ ആ കർത്താവിനെ ദൈവം ഉയർപ്പിച്ചതുപോലെ തന്നെ ആ ശക്തി കൊണ്ട് തന്നെ അങ്ങനെയല്ലേ നാം വായിച്ചത്. 1 Corinthians 6-ാം അധ്യായത്തിൽ നാം വായിച്ച ഭാഗത്ത് അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്, എന്നാൽ ദൈവം 5:6-14, എന്നാൽ ദൈവം കർത്താവിനെ ഉയർപ്പിച്ചതുപോലെ നമ്മയും തന്റെ ശക്തിയാൽ ഉയർപ്പിക്കും. ഈ ചിന്തകളൊക്കെ ഈ ഭാഗത്തൊക്കെ നാം കാണുമ്പോൾ ആദ്യ വാക്കുകൾ തുടങ്ങി നാം വായിക്കുമ്പോൾ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ആ മാനം, അല്ലെങ്കിൽ ദൈവം നമ്മെ ഉയർത്തിയിരിക്കുന്നതായിരിക്കുന്ന ആ ഉയർച്ചയുടെ ആ രംഗം, അതൊക്കെ എത്രയോ വലുതാണെന്നുള്ളത് നാം നോക്കണം. ലോകത്തെ ന്യായം വിധിക്കുവാനായിട്ട് ഇവിടെ ഇരിക്കുന്ന എന്നെയും നിങ്ങളെയും ഒക്കെ ദൈവം ആക്കിയിരിക്കുകയാണ്. ദൂതന്മാരെ ന്യായം വിധിക്കുവാനായിട്ട് എന്നെയും നിങ്ങളെയും
നാം പത്രോസ്ലേഖനത്തിൽ വായിക്കുമ്പോൾ അവർ വളരെ ശക്തിയും ബലവും ഒക്കെ ഉള്ളവരാണ് ഈ ദൂതന്മാർ. നമ്മളെക്കാട്ടിലൊക്കെ വളരെ വിശേഷതയുള്ളവരാണ് ദൂതന്മാർ. പക്ഷേ ദൂതന്മാരെ വിധിക്കുവാൻ ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഇവിടെ ഈ ഭാഗത്തൊക്കെ നാം വായിക്കുമ്പോൾ നമ്മെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലും ദൈവത്തിന്റെ ആത്മാവിന് ശുദ്ധീകരണവും നീതീകരണവും ദൈവം നമുക്ക് നൽകിയിരിക്കുകയാണ്. നമ്മുടെ ശരീരത്തിന്റെ കാര്യങ്ങളൊക്കെ നാം പറയുമ്പോൾ തന്നെ ഒരു കാര്യം കൂടെ 14-ാം വാക്യത്തിൽ നാം വായിക്കുമ്പോൾ ഈ ശരീരം ഇത് ഉയർപ്പിക്കുവാനായിട്ടുള്ള ശരീരമാണ്. യേശുക്രിസ്തുവൻ തന്റെ ഏകജാതനായ പുത്രന്റെ ആ കല്ലറയിൽ വ്യാപരിച്ച അതേ ശക്തി നമ്മുടെ പുണ്യധാനത്തിൽ വ്യാപരിക്കുവാനായിട്ട് പോവുകയാണ്. നാം നിസ്സാരനായിട്ട് നമ്മെ കണക്കാക്കേണ്ടതായിരിക്കുന്ന ആവശ്യമുണ്ട്. ദൈവസന്നിധിയിൽ ദൈവം എത്രമാത്രം വലിയ മാന്യതയാണ് എനിക്ക് നിങ്ങൾക്കും നൽകിയിരിക്കുന്നത്. ഈ മാന്യത ഉൾക്കൊള്ളുവാൻ നമുക്ക് സാധിക്കണം. ഇതെല്ലാം നമുക്ക് ലഭിച്ചത് കർത്താവായ യേശുക്രിസ്തുവിന്റെ കുരിശുമരണത്തിൽ കൂടി ലഭിച്ചതാണ്. ഈ വിധമായിരിക്കുന്ന സകല ഉയർച്ചയും എന്നുള്ളത് മനസ്സിലാക്കി 2-ാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഈ ഭൂമിയിലെ നമ്മുടെ അല്പായുസ് അത് വേഗം കഴിഞ്ഞു പോകുന്നതാണ്. കർത്താവിന് വേണ്ടിയിട്ട് ജീവിക്കുവാൻ നമുക്ക് ലഭിച്ചിരിക്കുന്നതായിരിക്കുന്ന ഈ അവയവങ്ങളൊക്കെ, നമ്മുടെ കൈയും കാലും എല്ലാ അവയവങ്ങളും, നമ്മുടെ കണ്ണും കാതും എല്ലാം തന്നെ ഇതൊക്കെ ക്രിസ്തുവിന്റെ അവയവങ്ങളാണെന്നുള്ളത് മനസ്സിലാക്കി അശുദ്ധിക്കായിട്ട് ഇത് ഒരു നിലയിലും ഉപയോഗിക്കുവാനുള്ളവർ നമ്മുടെ തലച്ചോറ് വളരെയധികമായിട്ട് നാം ഉപയോഗിക്കുകയാണ് പിശാചിന് വേണ്ടിയിട്ട്. ചിന്തിച്ചു നോക്കുക, നാം ഓരോരുത്തരും നമ്മെ തന്നെ പരിശോധിച്ച് നോക്കിയാൽ മതി. എവിടെയൊക്കെയാണ് നാം പരാജയപ്പെട്ടിരിക്കുന്നത്? ദൈവസന്നിധിയിൽ വീഴുവാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിക്കട്ടെ. ഒന്നിനു പോലും അധീനനായി തീരുവാൻ എനിക്കിടയാകത്തില്ല എന്നുള്ള പൗലോസിന്റെ കുറച്ച് തീരുമാനം നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് വരും ദിവസങ്ങളിൽ ക്രിസ്തുവിന്റെ ദാസന്മാരായിട്ട്, ക്രിസ്തുവിന്റെ അടിമയായിട്ട് ദൈവത്തിന് കീഴ്പ്പെടുവേ. അങ്ങനെയാണ് നാം പത്രോസ്ലേഖനത്തിൽ വായിച്ചത്. ദൈവത്തിന് കീഴ്പ്പെട്ടുകൊണ്ട് എല്ലാ സമയങ്ങളിലും ദൈവാത്മാവിന് വിധേയപ്പെട്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തി ജീവിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, പൗലോസിനെ പോലെ പ്രയോജനമുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ, ദൈവത്തിന് പ്രയോജനമുള്ള കാര്യങ്ങൾ, നമ്മുടെ സമൂഹത്തിന് ദൈവസഭയ്ക്ക് പ്രയോജനമുള്ളതായിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും ദൈവാത്മാവിന്റെയും ദൈവത്തിന്റെയും മുൻപിൽ കീഴ്പ്പെടുവാനും നമുക്ക് സാധിക്കുന്നുവെങ്കിൽ നമ്മുടെ വിശ്വാസ ജീവിതം അനുഗ്രഹിക്കപ്പെട്ടതായിട്ട് തീരും. നൈമിഷികമാണ് ഈ ജീവിതം, നിലനിൽക്കുന്നതല്ല. ഭോജ്യങ്ങൾ വയറ് ഭോജ്യത്തിനുമുണ്ട്, പക്ഷെ ഇതെല്ലാം നീങ്ങിപ്പോകും. നിലനിൽക്കുന്നതിന് വേണ്ടിയിട്ട് പ്രത്യാശയോടുകൂടെ പ്രതീക്ഷയോടുകൂടെ കാത്തിരുന്നുകൊണ്ട് നമ്മുടെ ഈ ജീവിതം മുമ്പോട്ട് പോകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവം